അപ്പൊ വെൽക്കം ടു പറയണ്ട അല്ലേ? ഹലോ ഫ്രണ്ട്സ് മാത്രം പറഞ്ഞത്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഷോർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. എന്താ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളൊരു കുട്ടി ട്രിപ്പ് പോകുന്നുണ്ട്. എങ്ങോട്ടാ പോണേന്നൊക്കെ വഴിയെ പറയാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, നമ്മൾ പോകുന്നത് ട്യൂസ്ഡേ ആണ്. അതിനു മുമ്പേ ഇനിയിപ്പോൾ എന്തായാലും മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഓഫീസിൽ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ സമയം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ത് സെറ്റ് ആവാന്ന് വിചാരിച്ചു. അമ്മൂസാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവളിങ്ങനെ ഡേയ്സ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് അമ്മൂനെയും ഒന്ന് കുളിപ്പിച്ച് ഞാനും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങളിന്ന് കാണുന്നത്. സോ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അമ്മു ആൻഡ് മീ. ഇത് കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ തേക്കണം. ഇത് അമ്മുവിന്റെ അച്ഛമ്മ സ്പെഷ്യലി അമ്മുവിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് അല്ലേ അമ്മു? ഇതിലെന്തൊക്കെയാ ഇട്ടേക്കണേ? താനും കൂടെ ചേർന്നല്ലേ ഉണ്ടാക്കിയേ? അച്ഛമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അലവേറ ഇട്ടിട്ടുണ്ട്, കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അലവേറ, കരിയാപ്പില, പിന്നെന്താ ചെറിയുള്ളി ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഉലുവ ഇട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ചെമ്പരത്തി. ചെമ്പരത്തി അല്ലേ? അഞ്ചിതൾ ചെമ്പരത്തി അല്ലേ? റെഡ് കളറിലെ അല്ലേ? അന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഗൈസ്, ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ബിലോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഈ സംഭവം നല്ലതാ. ഇത് തേക്കാൻ തുടങ്ങിയതിന് ശേഷം അവളുടെ മുടിക്ക് കട്ടി വെക്കണുണ്ട്. സോ അതുകൊണ്ട് സംഭവം നല്ലതാ. അപ്പോൾ അങ്ങനെ അമ്മൂൻ്റെ മുടിയിലാണ് കേട്ടോ ആദ്യം എണ്ണയിട്ട് തുടങ്ങിയത്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ അമ്മൂസ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ എണ്ണ ഇടാൻ വേണ്ടി വിളിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ തുടങ്ങും ഒച്ചപ്പാടും ബഹളവും. എത്ര വീട്ടിലങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെ വീട്ടിലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അമ്മമാർ ഫേസ് ചെയ്യണ ഒരു കാര്യമാണിത്. ഇൻസ്റ്റയിൽ റീല് വരെ കണ്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും മുടിയിൽ ഇട്ട് വലിച്ചാൽ പോലും അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മളൊന്നും മുടിയിലേക്ക് തൊടുമ്പോഴേക്കും എൻ്റെ പൊന്നെ മുടി പറിച്ചെടുത്ത മാതിരിയാണ് ഇതുങ്ങൾ ഒച്ചയും ബഹളവും വെക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തൊരു അഭിനയം എൻ്റെ അമ്മൂസിന്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സ്കൂളിലെ ആരുടേക്കോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു അവൾ വേദന എടുക്കണമെന്ന് പറയാനായിട്ട് മറന്നുപോയി. ഞാനും വിചാരിച്ചു അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, ആ ഗ്യാപ്പിൽ അങ്ങ് മാക്സിമം എണ്ണ ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലോണം എണ്ണ ഇട്ടു. കാരണം എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിരുന്നു അമ്മുൻ്റെ മുടിയിൽ എണ്ണ ഇട്ടിട്ട്. അവൾക്കിപ്പോൾ എനിക്ക് വളരണം പ്രായമായതുകൊണ്ട് എന്താണെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ ഷാമ്പൂ ഇട്ട് പറത്തി നടക്കാനാണ് ഇഷ്ടം. മുടിയിൽ എണ്ണ ഇടുന്ന കാര്യത്തിന് കുറച്ച് മടിയാണ് ഇപ്പോൾ ഈയിടെയായിട്ട്. അതുകൊണ്ട് തന്നെ അമ്മുൻ്റെ മുടി ഭയങ്കര ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ചെമ്പിച്ച പോലെ. പിന്നെ ഇടയ്ക്ക് ഒച്ച എടുക്കുമ്പോഴായിരിക്കും എണ്ണ ഇടാനൊക്കെ സമ്മതിക്കണത്. പിന്നെ അവൾക്ക് ആകെ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, മുടിയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണത് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയും മസാജ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ നല്ല സൂപ്പറായിട്ട് ഉറക്കം വന്നുവെന്ന്. അത് കാരണം മസാജ് ചെയ്ത് കൊടുക്കണതിന് മാത്രം ഒരു പരാതിയും പറയൂല. അങ്ങനെ അവളുടെ മുടിയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ മുടിയിൽ എണ്ണ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ മുടിയൊക്കെ പൊക്കി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു മഹാമുനി സഹസ്രേനെ പോലെ ഉണ്ടെന്ന്. അങ്ങനെ അമ്മൂസ് മുടിയിൽ എണ്ണയൊക്കെ ഇട്ട് എണീറ്റ് പോയി. അപ്പം നമുക്കിനി നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. ഫെർ ബൈ പി സേഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഇതെൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നിപ്പം ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് കാണിക്കുന്നത് 259 ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് 3 പീസ് ഉണ്ടാവും മൊത്തം.
അതിൻ്റെ അകത്ത് സ്റ്റക്കാണ്. ദേ ഇങ്ങനത്തെ 3 പീസ് ഉണ്ടാവും വിത്ത് ക്യാപ്പ്. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഫേഷ്യൽ ഷേവിങ് ചെയ്യണതൊക്കെ ഞാനിവിടെ ഭയങ്കര കാര്യമായി വീഡിയോ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓഫാക്കാൻ പോയപ്പോഴാണ് നഗ്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത്. പകുതി വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രണ്ടാമത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഒരു റൗണ്ട് ചെയ്ത് ഇനി പ്ലക്കർ എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഗ്യാപ്പിലാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ എന്തായാലും പോട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടത്തെയും കഴുത്തിലെയൊക്കെ ഹെയർ കളഞ്ഞു. ഇനി എന്തെങ്കിലും എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലക്കർ വെച്ച് എടുത്ത് കളയാം. കാര്യമായൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കാണുള്ളൂ. ഉണ്ടെങ്കിൽ നമുക്കത് കളയാം. ചിലതൊക്കെ ഭയങ്കര കുട്ടി രോമമായിരിക്കും, നമുക്കത് കിട്ടില്ല ചെയ്യാനായിട്ട്. ഒരു ഇതൊക്കെ നമ്മുടെ ക്ലീനായി. ഇവിടെ ഒരു എക്സ്ട്രാ ഉണ്ട്, നീട്ടം കൂടുതലാണ്. ഇതിന് നീട്ടം നമുക്കിതിൻ്റെ നീട്ടം കട്ട് ചെയ്യാം. നമ്മുടെ ഏകദേശം പാർലർ ഇപ്പോൾ ത്രെഡ് ചെയ്ത അവസ്ഥയായില്ലേ. നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ, ഫങ്ഷനൊക്കെ വരുമ്പോൾ പാർലറിൽ പോയി നല്ലോണം. അപ്പോൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പാർലറിൽ പോയി കറക്റ്റ് ഷേപ്പിന് ചെയ്തുകൊണ്ട് വന്നു, ത്രെഡ് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ചെയ്തത്. വളരുമ്പോൾ ഈ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കളയുകയാണ്. ഇനി നമുക്ക് പയ്യെ സ്കിൻ പ്രപ്പിലേക്ക് തുടങ്ങാം. ആദ്യം തന്നെ എപ്പോഴും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ആഴ്ചയിൽ 1 തവണ സ്ക്രബ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തിട്ടില്ല, കുറച്ചധികം തിരക്കായിരുന്നുകൊണ്ട് ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഇന്നാണ് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് സ്ക്രബ്. എം കഫീൻ നേക്കഡ് ഡീറ്റോക്സ് ഗ്രീൻ ടീ ഫേസ് സ്ക്രബ്. ഇത് ഗ്രീൻ ടീ വിത്ത് വൈറ്റമിൻ സി ആണ്. എപ്പോഴും ഈ ഫേസ് സ്ക്രബ് ഒന്നല്ല ഉപയോഗിക്കുക, ഓരോന്നും തീരുമ്പോൾ വേറെ മാറി ഉപയോഗിക്കും. പക്ഷെ ബേസിക്കലി എനിക്ക് കോഫി സ്ക്രബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കോഫി സ്ക്രബ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഫേസ് ഒന്ന് ഗ്ലോ അപ്പ് ആവണ പോലെ തോന്നും. ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ ആ കാപ്പിപ്പൊടി, കുറച്ച് പഞ്ചസാരയും ഇച്ചിരി പാലോ തൈരോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് വേണമെങ്കിൽ സ്ക്രബായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും സ്ക്രബ് ചെയ്യരുത്, ഒരു വീക്ക്ലി 1 or 2 സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ആണല്ലോ പീൽ ഓഫ് ആവുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്താൽ അത് സ്കിന്നിന് ഹെൽത്തി അല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൺ എ വീക്ക്ലി ബേസിസ് നമുക്ക് 2 ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 a week ചെയ്യുന്നത് നല്ലതാണ്. ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ അമ്മു അവളുടെ വാഷ് ബാഗൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക, പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ. അതിനകത്ത് വാഷ് ബാഗിൻ്റെ അകത്ത് ഉള്ള കണ്ട കളർ പെൻസിലും സ്കെച്ച് പെന്നും എല്ലാം ഇട്ട് അത് നശിപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ അത് കാരണം അവൾ പറഞ്ഞു അതൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്നും പറഞ്ഞ് അവൾ ആ പണിക്ക് പോയേക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഉണ്ടായാലും എനിക്കും കൂടി ഇട്ടതാന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ സ്ക്രബൊന്നും അവൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഭയങ്കര മൈൽഡ് സ്കിന്നല്ലേ, അപ്പം നമ്മൾ സ്ക്രബ് ഇടുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് എവിടെയൊക്കെ ഡെഡ് സെൽസ് ഉണ്ടെന്ന് തോന്നുന്നോ അവിടെയൊക്കെ നല്ലോണം അത് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ബേസിക്കലി ഈ നോസിൻ്റെ ഇവിടെ, പിന്നെ നമ്മുടെ ഈ ചിന്നിൻ്റെ ഇവിടെ, പിന്നെ നമ്മുടെ ഈ ഫോർഹെഡിൻ്റെ ഇവിടെ. സോ നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവുന്നോന്ന് അറിയില്ല, സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയ പോലെ ഉണ്ട്. എപ്പോഴും ഫേസ് ഇങ്ങനെ പാറ്റ് ചെയ്ത് തുടയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ
ഉരച്ച് തുടയ്ക്കാണ്ട് നമ്മൾ ഇങ്ങനെ പാറ്റ് ചെയ്ത് തുടയ്ക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഞാനിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുമ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ്. സോ അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തു. ഇനിയിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് മുഖത്തേക്ക് ശരിക്കും നമുക്ക് ഇത് കിട്ടും, എന്താ പറയുക, ചാർക്കോളിൻ്റെ അയ്യോ അതിനെന്താ പറയുക കിട്ടുന്നില്ല എനിക്ക്. ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് പോലെ കിട്ടും. അപ്പം നമുക്കത് എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതുപോലൊരു നോസ് സ്ട്രിപ്പ് മേടിച്ചിട്ടുണ്ട്, ഡീപ്പ് ക്ലെൻസിങ് നോസ് സ്ട്രിപ്സ്. ഇത് ഇൻസ്റ്റൻ്റ്ലി അൺലോക്സ് യുവർ പോസ്, റെഡ്യൂസസ് ബ്ലാക്ക് ഹെഡ്സ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഓയിൽ ആൻഡ് ഡേർട്ട് ഇത്രയും റിമൂവ് ചെയ്യുന്നതാണ് പറയണത്. ഇത് നോസ് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രിപ്പാണ്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മൂക്ക് ഒന്ന് നനച്ചു കൊടുക്കണം. അതിന് ശേഷം ഈ നോസ് സ്ട്രിപ്പ് ആ പാക്കിൽ നിന്ന് ഊരിയിട്ട് അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കണേ. ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ മിനിസോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൽ 10 പീസ് ഉണ്ട്. ഉപയോഗിച്ച് എൻ്റെ ഏകദേശം തീരാറായി. സോ ഇങ്ങനെയാണ് ആ സ്ട്രിപ്പ് ഇരിക്കുക. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റേ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ഒരു ചാർക്കോളിൻ്റെ മാസ്ക് ആയിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും ഒക്കെ ആവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാസൽ ഫ്രീ ആണ്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാം. ആൻഡ് നല്ല റിസൾട്ടും ഉണ്ട്, കൊള്ളാം. സോ ഐ വുഡ് റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾ മിനിസോയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ വാങ്ങിച്ചത് ഇതിന് ഈ ഒരു 10 പീസിന് 170 റുപ്പീസാണ്. സോ മിനിസോയിൽ പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ, നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം. അപ്പം നമുക്കിത് ഒട്ടിക്കാം. ഞാൻ മുഖമൊന്ന് നനച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ സ്ട്രിപ്പിൽ നിന്ന് ഇത് ഊരിയെടുക്കാം. സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് ഊരുക, കീറിപ്പോകാണ്ട് നോക്കുക. ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് മൂക്കിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഒട്ടിക്കാം. ഇതാണ് ഇതിൻ്റെ പശ. ആ ഊരിയെടുത്ത ഭാഗം നമുക്കിത് ഇങ്ങനെ ഒട്ടിക്കാം. നല്ലോണം പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്യാം. കീപ്പ് ഇറ്റ് ഫോർ 15 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ സമയം 3 മണി. അപ്പം നമുക്കൊരു 3:15 വരെ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ഫേസ് പാക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി ഒരു ഫേസ് പാക്കും കൂടി ഇടണം. ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഗുഡ് വൈബ്സിൻ്റെ ഉപ്ടാൻ പ്യോർ ഇൻസ്റ്റാ ഗ്ലോ പൗഡർ. നല്ല സൂപ്പർ പൗഡറാട്ടോ. നമ്മൾ എസ്പെഷ്യലി നല്ല വെയിലത്തൊക്കെ പോയി വന്നിട്ട് ഈ പൗഡറും കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് മുഖത്തിട്ട് കഴിയുമ്പോൾ ടാൻ മാറുന്നതിനേലും ഉപരി ഭയങ്കര ഒരു സൂതിങ് എഫക്റ്റാണ് നമുക്ക്. ആൻഡ് ടാനും മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിടുന്ന പൗഡർ. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേരുണ്ട് ഇതിൻ്റെ മണം ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ മണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഇടാം. കാണുന്നുണ്ടോ? ഒരു സ്പൂൺ ഇതിലോട്ടിട്ടു. ഇനി തൈര്, ആവശ്യത്തിന് തൈര് ഒഴിക്കുക. എന്നിട്ട് ഒരുപാട് ലൂസാവരുത്, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇച്ചിരീശ തൈര് ഒഴിച്ചാൽ മതി. തൈര് അലർജി ഉള്ളവർ വെള്ളത്തിലാണെങ്കിലും കലക്കി ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചിലവർക്ക് ഭയങ്കര ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് ഉപയോഗിക്കാൻ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ വീണ്ടും സ്കിന്ന് ഇത് ഓയിലി ആവത്തില്ലേന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലാണെങ്കിലും ഇത് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് തൈര് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈരിൽ തന്നെ ചെയ്യണത്.
ഞാനിത് ഇട്ടാൽ അപ്പം ഇവിടെ അമ്മവും വരും. അമ്മ എനിക്കും കൂടി ഇട്ട് തരുമോ എന്ന് വെച്ചു. അവർക്ക് ഇഷ്ടമത്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് ഒരു തിക്ക് കണ്ടോ, മുഖത്തിട്ടാൽ ഇങ്ങനെ ഒഴുകി പോവാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കേ, ഇതാണ് അതിൻ്റെ ഒരു പാകം. കണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിക്ക് ഇടുകയും ചെയ്യാം, മുഖത്തുനിന്ന് ഒഴുകി വീഴുകയുമില്ല. ഇത് സെറ്റാക്കി ഇനി ഈ നോസിൻ്റെ സ്ട്രിപ്പ് ഊരിയതിന് ശേഷം നമുക്ക് ഈ പാക്കിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 15 അല്ല 20 മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് ഊരി നോക്കാം. ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയാണല്ലോ ഇത് ഊരുക എന്നുള്ളത്. അത്യാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചാൽ കാണുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മൂക്കൊക്കെ അത്യാവശ്യം നല്ലോണം സോഫ്റ്റായി. ഇവിടെയൊക്കെ കാണുമോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിലും വൈറ്റ് വൈറ്റ് വൈറ്റ്. അപ്പം നമുക്കിനി ഫേസ് പാക്കും കൂടി ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആഹാ, എന്തൊരു സുഖമെന്നറിയാമോ? അത് തണുത്ത തൈരും കൂടിയാണെങ്കിൽ സൂപ്പർ. ഓക്കെ, ഇനി ഇത് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയുമ്പോഴുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് കാണാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഏകദേശം നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഉണങ്ങി. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് എൻ്റെ മുടിയിൽ എണ്ണ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. അപ്പോൾ നമ്മൾ പാക്കൊക്കെ കഴുകി കളഞ്ഞു, കുളിച്ച് ഫ്രഷായി കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം കണ്ടിരുന്ന ഒരു സ്കിന്നിൻ്റെ ടോണിലല്ല ഇപ്പം നിൽക്കണേ. കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ആൻഡ് എനിക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതല്ലേ കണ്ണടയൊക്കെ വെച്ചുകൊണ്ടൊരു രൂപം. ഇതേ അവളും കുളിച്ചു കേട്ടോ. അവളും കുളിച്ച് റെഡിയായി. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പെട്ടെന്നൊന്ന് റെഡിയായതാണ്. അപ്പം ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പം മുഖം അത്യാവശ്യം ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കേണ്ടത്. അപ്പം നമുക്ക് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാം നമ്മുടെ മുഖം. അപ്പോൾ ആദ്യം തന്നെ ഗുഡ് വൈബ്സിൻ്റെ സൂതിങ് ടോണർ, വിച്ച് ഹേസൽ എന്ന് പറഞ്ഞ അതിൻ്റെ ടോണർ. ഇതൊന്നും നിനക്ക് കിട്ടില്ല. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോയ്സ്ചറൈസർ, ഞാനിത് ഒത്തിരി വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ഹൈറലോണിക് ആസിഡ്. പോൺസിൻ്റെ ഹൈറലോണിക് ആസിഡ് അല്ല, പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇത് ഭയങ്കര ലൈറ്റ് ഫീലാണ്. കാരണം അത്യാവശ്യം നല്ലോണം സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഇത് മാറ്റാറേ ഇല്ല. വേറെ എന്തൊക്കെ ടോപ്പപ്പ് ചെയ്താലും ഇത് തീരുമ്പോൾ ഞാൻ മേടിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. അമ്മ ഇട്ടോ മോയ്സ്ചറൈസർ? അമ്മുൻ്റെ ഇട്ടോ? അത്ര ഇട്ടു. ഇനി ഒരു സെറം കൂടി ഇടണം. അപ്പം ഇന്നിപ്പം ഞാൻ വിചാരിച്ചു വൈറ്റമിൻ സിയുടെ സെറം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സെറം സെറം ഇട്ടിട്ടുണ്ട്. സീറം, ഓ സോറി, വലിയ ഇംഗ്ലീഷ് ഏരിയ. സെറം അല്ല, സീറം. ആൻഡ് ലാസ്റ്റ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത്. ഹിമാലയയുടെ ക്ലിയർ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഡേ ക്രീം. ഒന്നില്ലെങ്കിൽ ഇതിടും, അല്ലെങ്കിൽ ഒലയുടെ ഒരു ഡേ ക്രീം ഉണ്ട്, അതിടും. അപ്പോൾ ഇതിപ്പോൾ ഈ തൊട്ടടുത്ത് വരെ ഒന്ന് പോകാനാണ്. ഒരു 1-2 സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മിനിമൽ മേക്കപ്പ്. ആൻഡ് ഫൈനലി ഇതും അത്യാവശ്യം നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് എത്ര പേർക്ക് ഇത് അറിയാമെന്നറിയില്ല. ഭയങ്കര വലിയ ബ്രാൻഡാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആയൂറിൻ്റെ ഹെർബൽ മോയ്സ്ചറൈസറാണ് ഇത്. ഫോർ എക്സ്ട്രാ സോഫ്റ്റ് സ്കിന്നാണ് ഇത്. ഭയങ്കര അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ആൻഡ് ഇതിന് റേറ്റും ഭയങ്കര റീസണബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ബോട്ടിലിന് ആകെ 200 റുപ്പീസോ അങ്ങാണ്ടേ ഉള്ളൂ. ഇത് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിപ്പോൾ എത്ര ml ഉണ്ട്? 500 ml ഉണ്ട്. pH ബാലൻസ്ഡ് ആണ്.
ഇത് ഞാൻ സത്യം പറഞ്ഞ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ മേടിച്ചതാണ് കടയിൽ കണ്ടപ്പോൾ. പക്ഷേ അമേസിങ് പ്രോഡക്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലോണം സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഞാൻ ഇത് ഇട്ടിട്ട് യൂഷ്വലി എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ തണുപ്പിന് പെട്ടെന്ന് എൻ്റെ സ്കിൻ ഡ്രൈ ആവും. എന്നിട്ട് കാലിൻ്റെ, എസ്പെഷ്യലി കാലിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വേണം, കാലിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെള്ള പാണ്ട് പോലെ വരും എനിക്ക്. പക്ഷേ ഇതിട്ടിട്ട് പോണ ദിവസം വൈകിട്ടാവണത് വരെ ഒരു കുഴപ്പമുണ്ടാവാറില്ല. സോ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളൂ. അത് അത്യാവശ്യം റീസണബിളും ആണ്. അപ്പം എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും. പിന്നെ 500 ml ഉള്ളതുകൊണ്ട് ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താലും എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം സുഖമായിട്ട് നിൽക്കും. ബിക്കോസ് കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഏരിയ കവേർഡ് ആവുകയുണ്ട്. നല്ല മോയ്സ്ചറൈസിങ് ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ആയുറിൻ്റെ ഹെർബൽ മോയ്സ്ചറൈസർ. ഇത് എക്സ്ട്രാ സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങിച്ചു നോക്കൂ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതേ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ മാഞ്ഞു പോയി, അതുകൊണ്ട് എനിക്കറിയാൻ പറ്റില്ല. മാഞ്ഞു പോയി ഗൈസ്, അറിയില്ല ഇത് ഏത് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ല തൊട്ടടുത്ത് വരെ പോകണം. അപ്പം അതുകൊണ്ട് വലിയ മേക്കപ്പൊന്നുമില്ല. ഇല്ല, തനിക്ക് ഇത് മേടിച്ചു തന്നിട്ടില്ലേ? എന്തുട്ടാ? അതിട്ടാ എൻ്റെ കുഴപ്പമില്ല. ഇല്ലമ്മ. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് വരാം. ബൈ.